നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശത്രു ആരാണെന്ന് അറിഞ്ഞിട്ടും ആ ശത്രുക്കൾ കൺമുന്നിൽ നിൽക്കുമ്പോഴും അവർക്കെതിരെ ഒന്നും ചെയ്യാനാവാത്ത നിസ്സഹായനാണ് ഞാൻ. അല്ലെങ്കിൽ ഈ കുടുംബത്തിനു വേണ്ടി നിനക്ക് ഇങ്ങനെ തനിച്ചു പോരാടേണ്ടി വരില്ലായിരുന്നു. അതൊന്നും ഓർത്ത് അച്ഛൻ പ്രയാസപ്പെടണ്ട. അച്ഛനിപ്പോ അച്ഛന്റെ ആരോഗ്യകാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. മറ്റൊന്നിനെ കുറിച്ച് ഓർത്ത് അച്ഛൻ പേടിക്കണ്ട. ഇവിടെ എനിക്കോ വിശാൽ സാറിനോ അച്ഛനോ ഒരബദ്ധം സംഭവിക്കില്ല. നമുക്കെതിരെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. എല്ലാം ഉദയനൂരമ്മ കാണുന്നുണ്ട്. അമ്മ കാത്തു രക്ഷിക്കൂ അച്ഛാ. വിനയ് എവിടെ നിന്നോ റിയ എന്നൊരു പെണ്ണുമായി വന്നിരിക്കുന്നു. അത് കാരണം കണ്ണുനീര് കുടിക്കുന്നത് നമ്മുടെ ഗാർഗിയ. റിയയെ ഇവിടെ നിന്നും ഒഴിവാക്കി ഗാർഗിയുടെ ലൈഫ് എങ്ങനെ സുരക്ഷിതമാക്കണമെന്ന് എനിക്കറിയില്ല. അതും ഒരു വിഷമമാണ്. കള്ള നാണയങ്ങൾ താനെ ഒഴിവാക്കപ്പെടും അച്ഛാ. അവനും അവളിവിടെ വന്നിരിക്കുന്നത് എന്തോ ഒരു ലക്ഷ്യത്തോടെയാണെന്നാ എനിക്ക് തോന്നുന്നത്. എന്തായാലും മോള് കണ്ടറിഞ്ഞു പെരുമാറണം. എല്ലാം ഞാൻ നോക്കിക്കോളാം അച്ഛാ. അച്ഛൻ സമാധാനായിട്ടിരിക്കെ. കണ്ടില്ലേ, ഞാനിവിടെ സോപ്പ് ബബിൾസ് ഊതി വിടുന്നു. നല്ല രസമല്ലേ കുമിളകൾ ഇങ്ങനെ പറന്നുപോയി പൊട്ടുന്നത് കാണാൻ? തനിക്ക് നല്ല രസമായിരിക്കും, പക്ഷേ എനിക്കിതങ്ങനെ തോന്നുന്നില്ല. തനിക്ക് കുമിള പറത്തി കളിക്കണമെങ്കിൽ അത് ഈ വീടിനകത്തല്ല ചെയ്യേണ്ടത്. പുറത്ത് മുറ്റത്ത് പോയി കളിക്കണം. ഇവിടെ വെച്ചിത് ചെയ്താ എന്താ കുഴപ്പം? കുമിള വീടെന്ന് പറഞ്ഞ് ഇവിടുത്തെ സാധനങ്ങളൊന്നും തകരില്ലല്ലോ. ഇല്ല, പക്ഷേ ഈ വീടിന്റെ പരിശുദ്ധി തകരും. ഇതെന്റെ അമ്മ ക്ഷേത്രം പോലെ പരിചരിച്ചിരുന്ന വീടാ. ഇപ്പോ പാർവതിയും അങ്ങനെ തന്നെയാ ഈ വീട് കാത്തു സൂക്ഷിക്കുന്നത്. എന്താ തനിക്കിത് കേട്ടിട്ട് പുച്ഛം തോന്നുന്നുണ്ടോ? എന്ത് തന്നെയായാലും ഈ വീട്ടിനുള്ളിൽ ഈ വൃത്തികേട് പറ്റില്ല. താൻ കുമിള ഊതി പറത്തി വിട്ടതേ മരിച്ചുപോയ എന്റെ അമ്മയുടെ ചിത്രത്തിന് മുന്നില്. എനിക്കത് സഹിക്കാൻ പറ്റില്ല. അതൊരു ഫോട്ടോ അല്ലേ, അല്ലാതെ ഞാൻ വിശാൽ ബ്രോയുടെ അമ്മയുടെ മുഖത്തേക്കൊന്നും അല്ലല്ലോ കുമിള പറത്തിയത്. ഫോട്ടോയിൽ ഒരു കുമിള വീണെന്ന് കരുതി മരിച്ചുപോയ അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റോ? ഇല്ലല്ലോ. പ്രിയ, താൻ എന്റെ ബ്രദറിന്റെ ഗേൾഫ്രണ്ട്. അതുകൊണ്ടാ ഞാനിപ്പോ മര്യാദയ്ക്ക് സംസാരിക്കുന്നത്. അത് താൻ കരുതുന്ന പോലെ അമ്മയുടെ വെറും ഒരു ഫോട്ടോ അല്ല, എന്റെ ജീവനാത്. പിന്നെ ഈ വീടെപ്പോഴും ഞങ്ങൾ പരിശുദ്ധമായി സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയോ? അറിയില്ല എന്നാ കേട്ടോ, എന്റെ അമ്മയുടെ സാന്നിധ്യം ഇപ്പോഴും ഈ വീട്ടിലുണ്ട്. അതാ ഞങ്ങളുടെ വിശ്വാസം. ഞാൻ വെറുതെ പറയുന്നതല്ല. പാർവതി, അവൾ പലപ്പോഴും അമ്മ ഇവിടെ കാണാറുണ്ട്. അമ്മയുമായി നേരിട്ട് സംസാരിക്കാറുമുണ്ട്. അമ്മയുടെ സാന്നിധ്യമുള്ള ഈ വീട് എപ്പോഴും വൃത്തിയും വെടുപ്പുള്ളതായിരിക്കണം. മോളെ, അമ്മേ, ഇത് വലിയ അത്ഭുതമായിരിക്കുന്നല്ലോ. അമ്മ ഇത്ര വെളുപ്പിനെ ഇവിടെ വന്ന് പൂജകളൊക്കെ ചെയ്യോ? ഇതെന്റെ കടമയാണ് മോളെ. ഇത് ഞാൻ മുടങ്ങാതെ ചെയ്യും. ഈ വീട്ടിലെ എല്ലാവരും സുഖമായും സന്തോഷമായും ഐശ്വര്യപൂർണമായും ദീർഘകാലം ജീവിക്കണം. അതാ എന്റെ ആഗ്രഹവും പ്രാർത്ഥനയും. അതിനുവേണ്ടിയാ ഞാൻ എന്നും ഇവിടെ വന്ന് ദേവീ പൂജ ചെയ്യുന്നത്.
അമ്മ ഇന്ന് രാവിലെ ഇവിടെ വന്ന് പൂജകളൊക്കെ ചെയ്യുമായിരുന്നല്ലേ? എനിക്കത് അറിയില്ലായിരുന്നു. ഇനി മുതല് ഈ സമയത്ത് ഞാനും എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായിട്ട് വന്ന് അമ്മയോടൊപ്പം ഈ പൂജയിൽ പങ്കുചേരട്ടെ. അതിനെന്താ, എനിക്കതിന് സന്തോഷമേ ഉള്ളൂ. എന്റെ അമ്മയുടെ സാന്നിധ്യം ഇപ്പോഴും ഈ വീട്ടിലുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല പാർവതി, അവൾ പലപ്പോഴും അമ്മ ഇവിടെ കാണാറുണ്ട്. ദൈവമേ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. എന്താ മോളെ? ഞാനൊരു ദുസ്വപ്നം കണ്ടു ദൈവമേ. ദുസ്വപ്നോ? എന്താ മോള് കണ്ടത്? അത് ഓർമ്മിക്കുമ്പോ തന്നെ എനിക്ക് പേടിയും സങ്കടവും എല്ലാം തോന്നുക. മോൾ എന്താ കണ്ടതെന്ന് പറയ. അതിപ്പോ ഞാൻ എങ്ങനെയാ പറയുന്നേ? പറയും മോളെ. ദൈവമേ, ആരോ ബന്ധിച്ചിരിക്കുന്നു. ദുർമന്ത്രവാദത്തിന്റെ ശക്തിയാൽ അവര് അമ്മയെ അത് ക്രൂരമായി ഉപദ്രവിക്കുന്നു. ദേവമ്മ വേദന കൊണ്ട് പുളഞ്ഞ് നിലവിളിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നു. എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു ദേവമ്മേ. നീ പേടിക്കണ്ട മോളെ. അത്ര പെട്ടെന്നൊന്നും ആർക്കും എന്നെ ബന്ധിക്കാനാവുന്നതല്ല. നിന്നെ പോലെ ദൈവിക സ്പർശമുള്ളവർക്ക് മാത്രമേ ഞങ്ങളെ കാണാൻ പോലും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മോള് പേടിക്കൊന്നും വേണ്ട. സമാധാനായിട്ടിരിക്കെ. പ്രഭാവതി വരുന്നുണ്ട്. ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല. നീ ആരോടാ ഇത്രയും നേരം നിന്ന് സംസാരിച്ചോണ്ട് നിന്നത്? കൊറേ നേരമായി നീ തനിച്ച് നടത്തുന്ന കഥാപ്രസംഗമേ ഞാൻ കാണുകയായിരുന്നു. അത് ഞാൻ ഇവിടെ തുളസിദേവിയോട് എന്റെ സങ്കടങ്ങളൊക്കെ പറയുമായിരുന്നു. ശത്രുദോഷങ്ങൾ അകറ്റി തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.